ഹായ് ഫ്രണ്ട്സ്, ഹോപ്പ് എല്ലാവരുടെയും സ്റ്റഡീസ് നന്നായിട്ട് പോകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നും പേടിക്കേണ്ട, ദിസ് അറ്റംപ്റ്റ് വിൽ ബി അവേഴ്സ്. ഓക്കെ, എന്തുകൊണ്ട് യുവേഴ്സ് എന്ന് പറയാത്തതെന്നറിയോ? എന്നെ സംബന്ധിച്ചും ആസ് എ ഫാക്കൾട്ടി നമ്മളെ സംബന്ധിച്ചും നാളെ ഒരു 5 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത് ഭയങ്കര ക്യൂരിയസ് ആണ്, ആൻഷ്യസ് ആണ്. നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്സ് ചോദിക്കുക, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലേ, നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് എത്ര സ്റ്റുഡൻസ് ആണ് ഇരിക്കുന്നത്. ഒരുപാട് മെസ്സേജ്, ഒരുപാട് കോളും ഒക്കെ എൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ആ സമയത്ത് വന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഐ ആം എഗെയിൻസ്റ്റ് മേക്കിംഗ് എ വീഡിയോ. അതായത് തലേ ദിവസം ഒരു വീഡിയോ ഈ പറയുന്നത് പോലെ ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചെക്ക് ലിസ്റ്റ് വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇതിലുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് കേട്ട് പരിചയമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. പഠിച്ച പോയിൻറ്റ്സ് കറക്റ്റായിട്ട് ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു, ഇത്തവണ നമ്മൾ തകർക്കും, ഇത്തവണ നമ്മൾ ലോല് തകർക്കും. ഒന്നും പേടിക്കാനില്ല. അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് പഠിച്ചു, കുറേ കണ്ടൻറ്റ് പഠിച്ചു എന്നുള്ള തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഡെഫിനറ്റ്ലി ഉണ്ടാകും. നോർമലാണെന്ന് മനസ്സിലാക്കുക, അത് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യം തന്നെയാണത്. ഓക്കെ, പിന്നെ കേസ് സ്റ്റഡിയൊക്കെ എഴുതുന്ന സമയത്ത് വൃത്തിക്ക് എഴുതുക. ഓക്കെ, ഡയറക്ടേഴ്സ് റെമ്യൂണറേഷനൊക്കെ എഴുതുന്ന സമയത്തേ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വൃത്തിക്ക് എഴുതുക. ഇൻ കേസ് ഔട്ട് ഓഫ് ദ സിലബസ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എഴുതുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ 149, ദറ്റ് ഈസ് വുമൺ ഡയറക്ടർ ഒന്ന് പഠിക്കണേ. വുമൺ ഡയറക്ടറിൻ്റെ കേസിനകത്ത് ഈ പറയുന്നത് പോലെ തന്നെ വാക്കൻസി ഫില്ല് ചെയ്യുന്ന കാര്യവും ആപ്ലിക്കബിലിറ്റി ഒന്ന് പഠിക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പഠിക്കുക എന്ന് മാത്രം പറയുന്നു. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം നമ്മൾ ഡയറക്റ്റ്ലി മൂവ് ഓൺ ചെയ്യാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലോട്ട് മൂവ് ഓൺ ചെയ്യാണ്. മക്കളെ, ബെയിൽമെൻറ്റ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ബെയിൽമെൻറ്റിൻ്റെ കേസിനകത്ത് ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലർ, ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലി, മിക്സിംഗ് ഓഫ് ദ ഗുഡ്സ്, അൺഓത്തറൈസ്ഡ് ആയിട്ട് ഗുഡ്സ് യൂസ് ചെയ്തു. ഓക്കെ, അത് തന്നെ ഗ്രാറ്റുഷ്യസ് ബെയിൽമെൻ്റ് ആണ്, നോൺ ഗ്രാറ്റുഷ്യസ് ബെയിൽമെൻ്റ് ആണ്. അപ്പം അത് കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ബെയിൽമെൻറ്റ് എന്താണെന്ന് എഴുതണം, ഡ്യൂട്ടീസ് ഓഫ് ദ ബെയിലർ എഴുതണം. ആ രീതിയിൽ മുന്നോട്ട് പോകണം. മൈനേഴ്സ് എഗ്രിമെൻറ്റ് അറിയാലോ, വോയിഡ് അബ് ഇനീഷ്യോ ആണ് അല്ലേ? എസ്റ്റോപ്പൽ ഈ പറയുന്നത് പോലെ തന്നെ റൂൾ ഓഫ് എസ്റ്റോപ്പൽ അപ്ലിക്കബിൾ ആവില്ല, റാറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. നെസസിറ്റീസിൻ്റെ കേസിനകത്ത് പ്രോപ്പർട്ടി മാത്രമേ എന്ത് ചെയ്തു ഈ പറയുന്നത് പോലെ തന്നെ ലയബിളായിട്ട് മാറും. ഓക്കെ, മൈനറും പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ ഒരു അഡൾട്ടും കൂടെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഡെഫിനറ്റ്ലി അഡൾട്ടിന് ഈ പറയുന്നത് പോലെ തന്നെ ലയബിലിറ്റി ഉണ്ടാകും. മൈനറിന് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും, പക്ഷേ പ്രിൻസിപ്പളിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്നത് പോലത്തെ പ്രിൻസിപ്പളിനെ ലയബിൾ ആക്കും, പക്ഷേ മൈനർ പേഴ്സണിൽ ലയബിൾ ആവില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് പഠിക്കുക. മൈനേഴ്സ് എഗ്രിമെൻറ്റ് പഠിക്കുക. ഓക്കെ, മോഡ്സ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ദി കോൺട്രാക്റ്റ് അല്ലേ? നോവേഷൻ, ഓൾട്രേഷൻ, റെസിഷൻ, റിമിഷൻ, വേവർ, അത് പഠിക്കുക. കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ എൻഫോഴ്സിബിലിറ്റിനെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് പഠിക്കുക. ഇപ്പോഴൊക്കെയാണ് എൻഫോഴ്സിബിലിറ്റി അല്ലേ? ഡിപ്പെൻഡിങ് അപ്പോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവൻറ്റ്, ടൈം, സംഭവങ്ങളില്ലേ, അത് പഠിക്കുക. ക്വാസി കോൺട്രാക്റ്റിൻ്റെ ടൈപ്സ് പഠിക്കുക. ഇതൊക്കെ നമ്മൾ മാരത്തണിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കോൺട്രാക്ട്സ്, ഇലക്ട്രോണിക് കോൺട്രാക്ട്സിൻ്റെ ഇൻഗ്രീഡിയൻസ് പഠിക്കുക. അതോടൊപ്പം തന്നെ സമയമുള്ള ആൾക്കാർ എന്ത് പഠിക്കുക, ടെൻഡർ നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മാരത്തണിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ടെൻഡർ പഠിക്കുക. ഓക്കെ, എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട് ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാൻ? ഓഫർ, എഗ്രിമെൻറ്റ്, അങ്ങനത്തെ സംഭവങ്ങളില്ലേ, ഫ്രീ കൺസെൻറ്റ്, കോമ്പീറ്റൻസി ഓഫ് പാർട്ടീസ്, അത് പഠിക്കുക. ഷുവറിറ്റി ഏതൊക്കെ സമയത്താണ് ഡിസ്ചാർജ്ഡ് ആവുക എന്നുള്ള പോയിൻറ്റ്, അതായത് ക്രെഡിറ്റർ ഇമ്പയർ ചെയ്യാണ് അല്ലേ, ഷുവറിറ്റിയുടെ റെമഡി, ഇവൻച്വൽ റെമഡി, പിന്നെ അതുപോലെ തന്നെ ഗ്യാരണ്ടി ഒബ്റ്റെയിൻഡ് ത്രൂ മിസ്റെപ്രസെൻറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തേർഡ് പാർട്ടി ആയിട്ട് ഈ പറയുന്ന ക്രെഡിറ്റർ ഒരു എന്ത് വെക്കുകയാണ്, ഒരു കോൺട്രാക്റ്റ് വെക്കുകയാണ്, സ്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷുവറിറ്റി ഡിസ്ചാർജ്ഡ് ആവില്ല, മിയർ ഫോർബിയറൻസും ഷുവറിറ്റി ഡിസ്ചാർജ്ഡ് ആവില്ല. ലീഗൽ റൂൾസ് റിഗാർഡിങ് ആക്സെപ്റ്റൻസ് അൺക്വാളിഫൈഡ് ആയിരിക്കണം, അബ്സല്യൂട്ട് ആയിരിക്കണം അല്ലേ? ആക്സെപ്റ്റൻസ് ഈ പറയുന്നത് പോലെ തന്നെ പ്രിസ്ക്രൈബ് മോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിസ്ക്രൈബ് മോഡ് വഴി വേണം, അല്ലെങ്കിൽ റീസണബിൾ മോഡ്, പ്രിസ്ക്രൈബ് ടൈം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ റീസണബിൾ ടൈമിനകത്ത് ആക്സെപ്റ്റൻസ് നടത്തേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, ഇത് ഡെഫിനറ്റ് ആയിട്ട് ഈ പറയുന്ന ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ പോയിന്റ്സ് ഒക്കെ പഠിക്കണം. അപ്പോൾ എന്താണ് ആക്സെപ്റ്റൻസ്? 2 B. ഇപ്പോൾ 2 A പ്രപ്പോസൽ, 2 B ആക്സെപ്റ്റൻസ്, 2 B കൺസിഡറേഷൻ, ജസ്റ്റ് സെക്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണെന്ന് മാത്രമേ ഉള്ളൂ. സോ ദീസ് ആർ ദ എ കാറ്റഗറി ടോപ്പിക്. ഓക്കെ, ബി കാറ്റഗറിയിൽ വരുന്ന സമയത്ത് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി വേഴ്സസ് ഗ്യാരണ്ടി,
ഡിഫറൻസ് പഠിക്കുക, മിസ്റെപ്രസെൻറ്റേഷൻ ഫ്രോഡും ഡെഫിനിഷനും ഡിഫറൻസും പഠിക്കുക. മിസ്റെപ്രസെൻറ്റേഷൻ ഫ്രോഡിൻ്റെ കേസിനകത്തെ ഫ്രോഡ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഇൻറ്റൻഷനലാണ്. മിസ്റെപ്രസെൻറ്റേഷൻ അൺഇൻറ്റൻഷനലാണ്. ഡാമേജസ് ചെയ്ത കേസിനെ ക്ലെയിം ചെയ്യാൻ പറ്റും. ഫ്രോഡിൻ്റെ കേസിനകത്ത് ഡാമേജ് ക്ലെയിം ചെയ്യാൻ പറ്റും. മിസ്റെപ്രസെൻറ്റേഷൻ കേസിനകത്ത് ഡാമേജ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരു പോയിന്റ് മനസ്സിലാക്കുക. ലീഗൽ റൂൾസ് റിഗാർഡിങ് കൺസിഡറേഷൻ മറ്റേ സംതിങ് ഓഫ് വാല്യൂ ആയിരിക്കണം, അഡീക്വേറ്റ് ആണെന്ന് നിർബന്ധമില്ല, ഡിസയർ ഓഫ് ദി പ്രോമിസറാണ്, പ്രോമിസിയർ ഇൻ ഇതർ പേഴ്സൺ മൂവ് ചെയ്യാൻ പറ്റും. അതായത് എന്തെങ്കിലും ലീഗലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനെ കൺസിഡറേഷൻ വിളിക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് പ്രീ എക്സിസ്റ്റിംഗ് ഒബ്ലിഗേഷൻസ് കൺസിഡറേഷൻ വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണ്, വാല്യൂ ഉള്ളതായിരിക്കണം, ലോഫുൾ ആയിരിക്കണം. പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് അറിയാലോ, ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്. അതിൻ്റെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, ലൈക്ക് ട്രസ്റ്റ്, മാരേജ് സെറ്റിൽമെൻറ്റ്, ഫാമിലി സെറ്റിൽമെൻറ്റ്, മാരേജ് കോൺട്രാക്ട്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ. അതും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പഠിക്കുക. സമയമുണ്ടെങ്കിൽ എന്തുകൂടെ പഠിക്കുക, സമയമുണ്ടെങ്കിൽ മാത്രം കേട്ടോ, സമയമുണ്ടെങ്കിൽ മാത്രം പ്ലഡ്ജ് കൂടെ ഒന്ന് പഠിക്കുക. പ്ലഡ്ജിൻ്റെ കാര്യം, പോണർ ആ സംഭവം ഒന്ന് പഠിക്കുക. ഓക്കെ, ചെറിയൊരു കാര്യം കൂടെ വിട്ടുപോയി. ദിസ് ഇസ് സി കാറ്റഗറി ആയിട്ട് വരുന്നതാണ്. അതായത് ഏജൻസിൻ്റെ കേസിനകത്ത് എപ്പോഴൊക്കെയാണ് ഏജൻറ്റ് പേഴ്സണലി ലയബിൾ ആവുന്ന റാറ്റിഫിക്കേഷൻ. ഇത്രയും പോയിന്റ് പഠിച്ചാൽ സെറ്റാണ്. ഓക്കെ, ഇതിലത്തെ ഏതെങ്കിലും പോയിന്റ് ഈ പറയുന്നത് പോലെ തന്നെ അറിയില്ല എന്ന് കരുതിയിട്ടൊന്നും പേടിക്കുകയൊന്നും വേണ്ട. ഓക്കെ, അത്രയേ ഉള്ളൂ, വിഷയമൊന്നുമില്ല. ഓക്കെ, സ്കൂളായിട്ടിരിക്കുക. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് ഹോൾഡർ വേഴ്സസ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് പഠിക്കുക. എന്താണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് അറിയാം നിങ്ങൾക്ക്. സെക്ഷൻ 138 ബേസിക്കൽ ഡിഫറൻസ്, ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും അല്ലേ, ഇങ്ങനെയുള്ള രീതിയിൽ ബേസിക്കൽ ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ്, ഇൻലൈൻ ഇൻസ്ട്രുമെൻറ്റ്, ഇൻകോയേറ്റ് ഇൻസ്ട്രുമെൻറ്റ്, ഫോറിൻ ഇൻസ്ട്രുമെൻറ്റ്, സംഭവമില്ലേ, ഇതൊക്കെ പഠിക്കുക. ഓക്കെ, എത്തിക്സിലോട്ട് വരുന്ന സമയത്ത് ഇമോഷണൽ ഇൻ്റലിജൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 7 പ്രിൻസിപ്പിൾ ഓഫ് പബ്ലിക് ലൈഫ് വെരി ഇമ്പോർട്ടൻറ്റ്, വാല്യൂ ചെയിൻ വെരി ഇമ്പോർട്ടൻറ്റ്, കോഡ് ഓഫ് എത്തിക്സ് ബൈ CFAI അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അത് നോക്കുക. എത്തിക്സ് വേഴ്സസ് ലോ സമയത്തെ നോക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് നോക്കുക. ഓക്കെ, എത്തിക്സ് എന്താ, എത്തോസ് എന്ന് പറയുന്ന വേർഡ് നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ MCQ വേണ്ടിയിട്ട് നോക്കുക. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ അട്രിബ്യൂട്ട്സ് നോക്കുക. വാല്യൂ ചെയിനും നോക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ കേസിനകത്ത് കോൺട്രാക്ട് ഓഫ് സെയിൽ വേഴ്സസ് അഗ്രിമെൻറ്റ് ടു സെൽ. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അൺപെയ്ഡ് സെല്ലർ. ഓക്കെ, അൺപെയ്ഡ് സെല്ലറിൻ്റെ കേസിനകത്ത് ഉള്ള കാര്യങ്ങൾ. ഓക്കെ, റൈറ്റ്സ് ആൻഡ് ബയ്യർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൈറ്റ്സും അത് നോക്കാം. ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആൻഡ് ഇംപ്ലൈഡ് വാറണ്ടീസ്, ഇത് ബേസിക്കലി നമ്മുടെ ഡോക്ട്രിൻ ഓഫ് കവേറ്റ് എംറ്ററുമായിട്ടും വരുന്ന കാര്യമാണ് അല്ലേ. കണ്ടീഷൻസ് എപ്പോൾ നമുക്ക് വാറണ്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും, ബ്രീച്ച് ഓഫ് കണ്ടീഷൻ, ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പോവുക എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. ഓക്കെ, ഫൈൻ. ഓക്കെ, കമ്പനീസ് ആക്ടിലോട്ട് വരുന്ന സമയത്ത് റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ കപ്പാസിറ്റിയിലുള്ള ഒരാളാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ കേസിനകത്ത് നരേഷ് ത്രിഹാൻ എന്ന് പറയുന്ന ഒരാൾ അല്ലേ. അപ്പോൾ ഈ നരേഷ് ത്രിഹാൻ എന്ന് പറയുന്ന ഒരാൾ ഒരു കാർഡിയോളജിസ്റ്റാണ്, അയാൾ ഡയറക്ടറുമാണ്. ബട്ട് അയാൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാർഡിയോളജിയിൽ എന്തുണ്ട്, ഡിഗ്രി ഉണ്ട്. അപ്പോൾ അത് കമ്മിറ്റി, നോമിനേഷൻ റെമ്യൂണറേഷൻ കമ്മിറ്റി അംഗീകരിച്ച് കഴിഞ്ഞു വെച്ചാൽ അയാൾക്ക് ഈ പറയുന്ന ലിമിറ്റിനേക്കാൾ കൂടുതലായിട്ട് എന്ത് കിട്ടും, പ്രോഫിറ്റ് ഈ പറയുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സ് വൃത്തിക്ക് പഠിക്കാം. ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്നെ ഓർക്കുക, റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, ഓഡിറ്റ് കമ്മിറ്റി അപ്ലിക്കബിലിറ്റി ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കുക. സെക്ഷൻ നമ്പർ 177 ഓഡിറ്റ് കമ്മിറ്റീനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത് അല്ലേ. നോക്കാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിപ്പോർട്ടിൻ്റെ കണ്ടൻസ് സെക്ഷൻ 134 റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കറക്റ്റ് കണ്ടൻസ് നോക്കുക. റൊട്ടേഷൻ ഓഫ് ഡയറക്ടേഴ്സ് നോക്കുക. ഡയറക്ടേഴ്സ് റെസിഗ്നേഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സ്റ്റാർ ഇട്ട് ചുമ്മാ, അതായത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നുന്നതാണ് സ്റ്റാർ ഇട്ടുള്ളത്. ഡയറക്ടേഴ്സ് റെസിഗ്നേഷൻ്റെ കേസിനകത്ത് ഡയറക്ടർക്കും ഡയറക്ടർ ROCക്ക് എന്ത് കൊടുക്കാം, ഈ പറയുന്നത് പോലെ തന്നെ റെസിഗ്നേഷൻ കൊടുക്കാം. ഇതല്ലെങ്കിൽ കമ്പനി ത്രൂ റെസിഗ്നേഷൻ പോവാം. എഫക്റ്റീവ് ഡേറ്റ് ഓഫ് റെസിഗ്നേഷൻ നോക്കാം. ഇതിനകത്ത് എഫക്റ്റീവ് ഡേറ്റും പിന്നെ അതുപോലെ തന്നെ എന്ത് നോക്കാം, എഫക്റ്റീവ് ഡേറ്റ് ഓഫ് റെസിഗ്നേഷനും പിന്നെ അതുപോലെ തന്നെ ഡയറക്ടർക്കും ROCക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസിഗ്നേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം നോക്കുക. പണിഷ്മെൻറ്റ്, പെനാൽറ്റി ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ പെനാൽറ്റി എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ക്ലിയർ അല്ലേ. റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് നോക്കുക. ഞാൻ ആ ഒരു ഫ്ലോ പറഞ്ഞു തന്നിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ നിർബന്ധമായിട്ടും നോക്കാം. ഡ്യൂട്ടി ടു എൻക്വയർ, ഡ്യൂട്ടി ടു റിപ്പോർട്ട് അല്ലേ, ഡ്യൂട്ടി ടു റിപ്പോർട്ട് ഓൺ ഫ്രോഡ് 143 സബ്സെക്ഷൻ 12. റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ്, പവേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നോക്കുക. OPC 1% കമ്പനി നോക്കുക. ഇതിൻ്റെ ഒരു കൺവേർഷനെ കുറിച്ച് ഒരു റിഡണ്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. OPCയുടെ എന്തൊക്കെയാണ് OPCയുടെ കേസിനകത്ത് പറയുന്നത്. റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും എന്ത് ചെയ്യാൻ പറ്റും, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അല്ലേ. ഓക്കെ, നമുക്ക് നോമിനീനെ ആര് വേണിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു നോമിനി, അതായത് എന്താണെന്ന് വെച്ചാൽ
ഇപ്പം എ എന്ന് പറയുന്ന കമ്പനിയിലത്തെ ഒ പി സിയിലത്തെ നോമിനിയാണ് ബി. ഓക്കെ, ബിക്ക് ഒരു എന്തുണ്ട്, ഒ പി സി ഉണ്ട്. കുഴപ്പമുണ്ടോ? ഇല്ല. ഒരു കമ്പനിയിൽ നോമിനിയും ഒരു കമ്പനിയിൽ മെമ്പറുമാണ്. പക്ഷേ എ മരിച്ചപ്പം ബി എന്തായിട്ട് മാറി? ഇവിടുത്തെ മെമ്പറായിട്ട് മാറി. ഇങ്ങനെയാണെങ്കിൽ 180 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഈ പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിത്ഡ്രോ ചെയ്യണം. ആ ഒരു കാര്യം മനസ്സിലാക്കുക. പ്രൈവറ്റ് കമ്പനിയുടെ കേസിനകത്ത് ഒരു കേസ് സ്റ്റഡി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചാൽ ഓക്കെ, പതറരുത്. എന്താ സംഭവം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. പ്രൈവറ്റ് കമ്പനി കേസിനകത്ത് ആ ലിമിറ്റ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് 200. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ആരെയൊക്കെ കൗണ്ട് ചെയ്യില്ല. നിങ്ങൾ ആലോചിക്കുക, ജോയിൻറ്റ് ഷെയർ ഹോൾഡേഴ്സിനെ ഇപ്പം എയും ബിയും കൂടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഒറ്റ മെമ്പറായിട്ട് കൗണ്ട് ചെയ്യും. 2 മെമ്പറായിട്ട് എയും ബിയും സെപ്പറേറ്റ് 2 മെമ്പറായിട്ട് കൗണ്ട് ചെയ്യില്ല, ഒറ്റ മെമ്പറായിട്ട് കൗണ്ട് ചെയ്യും. പ്രസൻറ്റ് എംപ്ലോയീസിനെ എക്സ്ക്ലൂഡ് ചെയ്യും, പാസ്റ്റ് എംപ്ലോയീസിനെ എക്സ്ക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനകത്തൊരു ജഗന്നാഥ് ഓയിൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആ ജഗന്നാഥ് ഓയിൽസ് ലിമിറ്റഡിൻ്റെ ക്വസ്റ്റ്യൻ എൻ്റെ ഇതേ ചാനലിൽ തന്നെ കമ്പനി ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് CMA ഫൈനലിൻ്റെ ഒരു ടോപ്പിക്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ആ ജഗന്നാഥ് ഓയിൽസ് ലിമിറ്റഡിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജൂൺ അറ്റംപ്റ്റ് കുറച്ച് ടഫാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പൊതുവേ ഒരു കരക്കമ്പി എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ടഫാകുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇട്ടേക്ക്, പ്രശ്നമില്ല. പ്രൈവറ്റ് കമ്പനിയുടെ കേസ് സ്റ്റഡി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടെ ഉറപ്പുവരുത്തുക, സ്മോൾ കമ്പനിയുടെ കേസിനകത്ത് ഹോൾഡിംഗ് സബ്സിഡറി, സെക്ഷൻ 8 കമ്പനി അല്ലേ, സ്പെഷ്യൽ ആക്ട് കമ്പനീസ്, ഇതൊന്നും സ്മോൾ കമ്പനിയുടെ ലിമിറ്റിനകത്ത് വരില്ല, എക്സ്ക്ലൂഷൻസിനകത്ത് വരുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇതേപോലെ തന്നെ ഇവർക്കുള്ള പ്രിവിലേജസ് സിസ്റ്റം നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കേസിനകത്ത് നമ്മൾ മറ്റേ കേസ് സ്റ്റഡി ആയിട്ട് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് ഡയറക്ടർ, ഇംപ്രസൺമെൻ്റ് ഒക്കെ ഇല്ലേ, മിനിമം 6 months ആണ്. 6 monthsന് താഴെയാണ് ഇംപ്രസൺഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. 7 yearsന് വീതിയാണെങ്കിൽ എന്താണ്, ലൈഫ് ലോങ് ആണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഷെയർ ക്യാപിറ്റൽ റിലേറ്റഡ് ടോപ്പിക്സ്, ബോണസ് ഷെയർസ്, ബൈബാക്ക്, സെക്യൂർ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം, ഡിബഞ്ചർ ട്രസ്റ്റി, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സമയമുണ്ടെന്ന് നോക്കുക. സെക്ഷൻ 92 ആനുവൽ റിട്ടേൺ നോക്കുക. സെക്ഷൻ 7 ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനിയുടെ സ്റ്റെപ്സ് നോക്കുക. ഓക്കെ, ഒന്നുമില്ല, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഫയൽ ചെയ്യുക, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഫയൽ ചെയ്യുക, കംപ്ലയൻസ് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, ROCയുടെ കറസ്പോണ്ടൻസ് അഡ്രസ്സ് ഒബ്റ്റെയിൻ ചെയ്യാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. സബ്സ്ക്രൈബേഴ്സിൻ്റെ ഈ പറയുന്നത് പോലെ തന്നെ ഡിക്ലറേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് പഠിക്കുക. പോസ്റ്റൽ ബാലറ്റ്, ഏതൊക്കെ ബിസിനസ്സിനാണ് പോസ്റ്റൽ ബാലറ്റ് യൂസ് ചെയ്യുന്നത് നോക്കുക. മീറ്റിംഗ്സ് MCQന് വേണ്ടിയിട്ട് കോറം നോട്ടീസ്, ഷോർട്ടർ നോട്ടീസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, MCQന് വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഫൈൻ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിനെ കുറിച്ച് അതാണ് സംസാരിക്കാനായിട്ടുള്ളത്. ഈ പല ആൾക്കാർക്കും പൊതുവേ ഞാൻ ഇൻഡസ്ട്രിയൽ ലോ പറയാറില്ല. ഇൻഡസ്ട്രിയൽ ലോ ഈ പറയുന്നത് പോലെ തന്നെ നോർമലി സ്കിപ്പ് ചെയ്യാൻ പറയുന്ന ഒരു ഏരിയയാണ്. ബാക്കിയൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പല ആൾക്കാർ ഇൻഡസ്ട്രിയൽ ലോ ചോദിക്കുന്നുണ്ട്. ചോദിക്കുകയാണെങ്കിൽ ഫാക്ടറീസ് ആക്ട്, ദ വെൽഫെയർ മെഷേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻസ്പെക്ടേഴ്സിൻ്റെ പവേഴ്സ് ഇനി 6 or 7 പോയിൻറ്റ്സ് പഠിക്കുക. ഡ്യൂട്ടീസ് ഓഫ് ഒക്യുപ്പയർ പഠിക്കുക. ഓക്കെ, MCQസിന് മറ്റേ ആ വൈറ്റ് വാഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, പെയിൻ്റ് അടി, ക്രച്ചസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, സെറ്റ്. LLPയുടെ കേസിനകത്ത് കൺവേർഷൻ ഫ്രം കമ്പനി ടു LLP, ഓഡിറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഡെസിഗ്നേറ്റഡ് പാർട്ണർ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെൻറ്റ്, അങ്ങനത്തെ സംഭവങ്ങളില്ലേ, അത് ഈ പറയുന്നത് പോലെ തന്നെ ചെക്ക് ചെയ്യുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. കോഡ് ഓൺ വേജസിൻ്റെ കേസിനകത്ത് ടൈം ലിമിറ്റ് ഫോർ പേയ്മെൻറ്റ്, സെക്ഷൻ 10 മിനിമം വേജസിൻ്റെ കാര്യം നോക്കുക. കംപ്ലയൻസ് ഓഫ് വേജസ് ക്ലെയിംസ് നോക്കുക. ഗ്രാറ്റുവിറ്റിയുടെ കേസിനകത്ത് നോമിനേഷൻ, റൂൾ 7 അപ്ലിക്കേഷൻ റൂൾസ് നോക്കുക. ആ ഫോർമുല വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് 15/26 വേജസ് ഇൻറ്റു ഇയർ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പം എക്സ്പെക്ട് ചെയ്യാം. മാക്സിമം ലിമിറ്റിനകത്തല്ലേ 25 lakhs ചേഞ്ചസ് 2024 വെച്ച് വന്നിട്ടുണ്ട്. അതും എന്ത് ചെയ്യേണ്ടതുണ്ട്, നോക്കേണ്ടതുണ്ട്. ഓക്കെ, അതൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാനായിട്ടുള്ളത്, നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് തലേന്ന് ഒരു എന്താ പറയുക. ഓക്കെ, പാർട്ട്ണർഷിപ്പിൻ്റെ കേസിനകത്ത് പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ്, പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. സീക്രട്ട് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ് അതൊക്കെ എന്ത് ചെയ്താൽ മതി, ചെക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, ടെൻഷനൊന്നും അടിക്കേണ്ട, പ്രത്യേകിച്ച് ഉറക്കമൊന്നും കളയണ്ട. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഫ്രഷായിട്ട് നമ്മൾ നേരത്തെ നീറ്റിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം കോൺട്രാക്റ്റ് ആക്ട് പഠിക്കുന്നു, സ്പെഷ്യൽ കോൺട്രാക്റ്റ് പഠിക്കുന്നു, എത്തിക്സ് പഠിക്കുന്നു, കമ്പനീസ് ആക്ട് പഠിക്കുന്നു. ആ ഒരു രീതിയിലൊരു ഫ്ലോയിൽ പോവാം. റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അതായത് ഇനി ഇങ്ങനെ വായിക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്കറിയാം, ഇനഫായിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ തന്നെ ആയിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴും ഈ പറയുന്നത് പോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം പഠിച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്കൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു തോട്ട്. അതായത് കുറേ കാര്യങ്ങൾ ഒന്നിച്ച് കമ്പൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ തന്നെ നമുക്കൊരു പോയിൻറ്റഡ് ആയിട്ട് ഇങ്ങോട്ട് ഏത് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലൊരു ഐഡിയ ഇപ്പം കിട്ടില്ല. പക്ഷേ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ഈ പറയുന്നത് പോലെ തന്നെ കിട്ടും. ഓക്കെ,
ഓൾ ദ ബെസ്റ്റ്. നമ്മളെ സംബന്ധിച്ച് 5 മണി വരെ ഭയങ്കര ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ടെൻഷനുള്ള ആൻസൈറ്റി ഉള്ളൊരു സ്റ്റേജാണ്. 5 മണിക്ക് ശേഷം ഡെഫിനറ്റായിട്ടും എന്നെ അറിയിക്കുക, എന്താണ് സംഭവം എന്നുള്ള കാര്യം അറിയിക്കുക. ഓക്കെ ആയിരിക്കും, സെറ്റായിരിക്കും. ഓൾ ദ ബെസ്റ്റ് ഗൈസ് ഫോർ യുവർ എക്സാംസ്. എന്തെങ്കിലും ഡൗട്ട് ഈ പറയുന്നത് പോലെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അർജൻറ്റായിട്ട് ഡൗട്ട് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് കുറേ മെസ്സേജ് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് വേറെ ബ്രാഞ്ചസ് ഒന്നുമില്ല. ഈ പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ റെക്കോർഡിംഗ് തൊട്ടിട്ട് ഇതിൻ്റെ മെറ്റീരിയലോ നിങ്ങൾക്ക് മറ്റുള്ള സ്ഥലങ്ങളിലെ ഒന്നും പോലെ അത്ര ഭയങ്കര രസമുള്ള രീതിയിലുള്ള മെറ്റീരിയൽ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. ബട്ട് വാട്ട് ഐ ഓഫർ, കണ്ടൻറ്റ് ഞാൻ ഓഫർ ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ തന്നെ എന്തായിരിക്കും, പക്കയായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടിയാണ് എന്ത് ചെയ്യും തുടങ്ങുന്നത്. ഒന്നുകൂടെ പറയുവാണ്, കേസ് സ്റ്റഡിയുടെ കേസിനകത്ത് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ എന്നൊരു കേസ് സ്റ്റഡി, ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ, ഓക്കെ 1 മിനിറ്റാ, ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ കേസ് സ്റ്റഡി ഈ പറയുന്നത് പോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റൊട്ടേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതും അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് റിലേറ്റിംഗ് ടു ഹോൾഡർ ആൻഡ് ഡ്യൂ കോഴ്സ്. മനസ്സിലാക്കുക, ഹോൾഡർ ആൻഡ് ഡ്യൂ കോഴ്സിൻ്റെ കിട്ടുന്ന പ്രിവിലേജ് ആണ് ഡിഫക്റ്റീവ് ടൈറ്റിൽ. മറ്റൊരാൾക്ക് ഡിഫക്റ്റീവ് ടൈറ്റിൽ ആണെങ്കിൽ പോലും ഹോൾഡർ ആൻഡ് ഡ്യൂ കോഴ്സിന് അത് ഗുഡ് ടൈറ്റിൽ ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഒരു പോയിന്റ് കൂടെ മറ്റേ നെമോ ഡാറ്റ് ക്വാഡ് നോൺ ഹാബിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ എക്സെപ്ഷൻസ് കൂടെ ഒന്ന് പഠിക്കണേ. എന്താണ് നെമോ ഡാറ്റ് ക്വാഡ് നോൺ ഹാബിറ്റ്? അതായത് നമുക്കില്ലാത്ത ഒരു ടൈറ്റിൽ നമുക്ക് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ദർ ആർ സർട്ടൻ എക്സെപ്ഷൻസ്, മെർക്കൻ്റൈൽ ഏജൻറ്റ്, വോയിഡബിൾ കോൺട്രാക്ട്, അങ്ങനത്തെ കുറച്ച് എക്സെപ്ഷൻസ് പോയിന്റ്സ് ഉണ്ട്. അതും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, സോ ഗൈസ് ഓൾ ദി ബെസ്റ്റ്. തകർക്കുക, അത്രയേ ഉള്ളൂ. 60+ ഷുവർ, ഒന്നും പറയാനായിട്ടില്ല. ഓക്കെ, 60+ നമ്മൾ അടിക്കും. അതിനകത്ത് യാതൊരു രീതിയിലുള്ള ഒരു എന്താ പറയുക ടെൻഷനും അടിക്കേണ്ട. ബൈ ചാൻസ് ഓക്കെ, ഞാൻ നെഗറ്റീവ് അടിക്കുകയല്ല, പക്ഷെ എന്താണെന്ന് വെച്ചാൽ എക്സാം പേപ്പറിന് ഇപ്പോൾ എന്തെങ്കിലും കുറച്ച് ഈ പറഞ്ഞ പോലെ ട്വിസ്റ്റിംഗ് ആയിട്ടൊക്കെ ചോദിച്ചു, ഒരു പേടിയും പഠിക്കേണ്ട, എല്ലാവർക്കും ടഫായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നാളെ 5 മണിക്ക് മെസ്സേജ് അയക്കണം.